ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം. കുട്ടികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊളസ്ട്രോൾ ബയോസിന്തസിസ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു ബയോമോളിക്യൂളിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. നമ്മുടെ ലിപ്പിഡ്സ് സെക്ഷനിൽ പഠിക്കുന്ന ഒരു ആളാണ്. ലിവിങ് സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോമ്പണൻ്റ് ആണ് കൊളസ്ട്രോൾ എന്ന് നമ്മൾ സാധാരണ പഠിക്കാറുണ്ട്. എന്നാൽ ഈ കൊളസ്ട്രോളിൻ്റെ ബയോസിന്തസിസുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അത് ഒന്ന് നോക്കാം ഇന്നത്തെ സെഷനിൽ. ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു കോമ്പണൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, സെൽ മെംബ്രെയിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക എന്നത് മാത്രമല്ല, അല്ലാതെ തന്നെ സ്റ്റിറോയിഡ് ഹോർമോൺസ് പോലെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രൊഡക്ഷൻ കൊളസ്ട്രോളിൽ നിന്നാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബൈൽ ആസിഡ്സ് അല്ലെങ്കിൽ ബൈൽ സോൾട്സ് എന്ന് നമ്മൾ പറയുന്ന പല കോമ്പണൻറ്റുകളും കൊളസ്ട്രോളിൽ നിന്നാണ് അതിൻ്റെ ഒറിജിൻ വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറൻറ്റ് ഫങ്ഷൻസ് വഹിക്കുന്ന ഒരാളാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ അനിമൽസിലാണ് കൂടുതൽ കൊളസ്ട്രോളിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്കിലും പ്ലാന്റ്സിലും ഇത് ചെറിയ തോതിലൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. സെൽ മെംബ്രെയിനിലൊക്കെ പ്ലാന്റ്സിൽ നമുക്ക് ഫൈറ്റോസ്റ്റിറോൾ എന്ന് പറയുന്ന അടുത്ത ഒരു വിഭാഗം ഓഫ് സ്റ്റിറോളുകളാണ് കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. എങ്ങനെയാണ് ഈ ബയോസിന്തസിസ് ഓഫ് കൊളസ്ട്രോൾ? ഈ കൊളസ്ട്രോളിൻ്റെ സിന്തസിസ് ആരംഭിക്കണമെങ്കിൽ അതിനൊരു സ്റ്റാർട്ടർ മോളിക്യൂൾ വേണം എന്ന് നമുക്കറിയാം, അല്ലേ? ഇവിടുത്തെ സ്റ്റാർട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് അസറ്റൈൽ കോഎൻസൈം എ എന്ന് പറയുന്ന ഒരാളാണ്. അസറ്റൈൽ കോഎൻസൈം എ ബയോകെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് അസറ്റൈൽ കോഎൻസൈം എ. എവിടെ നിന്നാണ് സുഹൃത്തുക്കളെ അസറ്റൈൽ കോഎൻസൈം എ നമുക്ക് സാധാരണഗതിയിൽ കിട്ടുക? നമുക്കറിയാം, നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഒരു ഏരിയ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു എൻ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ പൈറുവേറ്റിനെ കാണാറുണ്ട്, അല്ലേ? പൈറുവേറ്റ്. ഈ പൈറുവേറ്റ് ക്രബ് സൈക്കിളിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ ഇടയിൽ ഒരു പൈറുവേറ്റ് ഓക്സിഡേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പുണ്ട്. പൈറുവേറ്റിനെ രൂപം മാറ്റി നമ്മൾ അസറ്റൈൽ കോഎൻസൈം എ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ആളിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ അതിനെ ക്രബ് സൈക്കിളിലേക്ക് പറഞ്ഞു വിടുക. അപ്പോൾ ഈ ഗ്ലൈക്കോളിസിസിൽ നിന്നുണ്ടായ പൈറുവേറ്റ് ആ പൈറുവേറ്റ് ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്നത്? അസറ്റൈൽ കോഎൻസൈം എ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇനി അസറ്റൈൽ കോഎൻസൈം എക്ക് എന്താണ് സംഭവിക്കുന്നത്? അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. രണ്ട് അസറ്റൈൽ കോഎൻസൈം എ ആദ്യം ഇവിടെ വരികയാണ്. രണ്ട് അസറ്റൈൽ കോഎൻസൈം എ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റിൻ്റെ പേരാണ് അസറ്റൈൽ കോഎൻസൈം എ. ശ്രദ്ധിക്കണേ, രണ്ട് അസറ്റൈൽ കോഎൻസൈം എ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരാളാണ് അസറ്റൈൽ കോഎൻസൈം എ. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് കോഎൻസൈം എ കമ്പൈൻ ചെയ്തു. ഇവിടെ ഒരു കോഎൻസൈം എ എന്ന് പറയുന്ന ആളെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ മനസ്സിലാക്കുക, ഇത് രണ്ട് കോയെ എന്ന് പറയുന്നതിൽ നിന്ന് ഒരു കോയെ വെളിയിലേക്ക് പോയിട്ടുണ്ടാകും. അപ്പം ബാക്കിയുള്ള കോയെ വെച്ചിട്ടാണ് അസറ്റൈൽ കോയെ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അത് ഞാൻ തൽക്കാലം അവിടെ മെൻഷൻ ചെയ്യുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു റിയാക്ഷനെ മീഡിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇതിനെ മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് തയോലേസ്. ആരാണ്? തയോലേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് ഇതിനെ മീഡിയേറ്റ് ചെയ്യുന്നത്. ഏതിനെ? രണ്ട് അസറ്റൈൽ കോഎൻസൈം എയെ കമ്പൈൻ ചെയ്ത് അസറ്റൈൽ കോഎൻസൈം എ ആക്കി മാറ്റുന്ന റിയാക്ഷൻ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അസറ്റൈൽ കോഎൻസൈം എ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിന്നും ഇതിലേക്ക് ഒരു അസറ്റൈൽ കോഎൻസൈം എ കൂടെ വരികയാണെങ്കിൽ, ശ്രദ്ധിച്ചോണേ, ഒരു അസറ്റൈൽ കോഎൻസൈം എ കൂടെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവനും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന ആളാണ് HMG CoA. ശ്രദ്ധിക്കണം, HMG CoA. HMG CoA എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് ഇവിടെ നിന്നും ഉണ്ടാകുന്നത്. കുട്ടികളെ, ഈ HMG CoA ഉണ്ടാകാനുള്ള ആ പ്രധാനപ്പെട്ട എൻസൈമിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിക്കണം. HMG CoA സിന്തേസ് എന്നാണ് അതിൻ്റെ പേര്. എന്താണ്? HMG CoA
സിന്തേസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അസറ്റോ അസറ്റൈൽ കോഎൻസൈം ഒരു അസറ്റൈൽ കോഎൻസൈം കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് HMG കോയ എന്ന് പറയുന്ന ഒരാൾ കിട്ടി. അപ്പോൾ ടെക്നിക്കലി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 2 അസറ്റൈൽ കോഎൻസൈം, ഇവിടെ ഒരു അസറ്റൈൽ കോഎൻസൈം, ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 അസറ്റൈൽ കോഎൻസൈം തമ്മിൽ കമ്പൈൻ ചെയ്തപ്പോഴാണ് നമുക്ക് ടെക്നിക്കലി ആരെ കിട്ടിയത്? HMG കോയെ കിട്ടിയത്. HMG കോയ എന്ന് പറഞ്ഞ ആൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കണേ, ഈ HMG കോയക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു HMG കോയ എന്ന് പറയുന്ന ആളെ അടുത്തത് മെവലോണേറ്റ് എന്ന് പറയുന്ന ഒരു പദാർത്ഥമാക്കി മാറ്റുകയാണ്. ആരായിട്ട് മാറ്റുകയാണ്? മെവലോണേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുകയാണ്. ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്റ്റെപ്പാണ്. എന്താണെന്ന് ഞാൻ പറയാം. HMG കോയയെ മെവലോണേറ്റ് എന്ന് പറയുന്ന ആളാക്കി മാറ്റാൻ സഹായിക്കുന്ന എൻസൈമിൻ്റെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതാണ് HMG കോഎ റിഡക്റ്റേസ്. ആരാണ്? HMG കോഎ റിഡക്റ്റേസ്. HMG കോയെ മെവലോണേറ്റ് എന്ന് പറയുന്ന പദാർത്ഥമാക്കി മാറ്റിയത് HMG കോഎ റിഡക്റ്റേസ്. സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന സ്റ്റെപ്പ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പാണ്. ഈ പറയുന്ന എൻസൈം ഉണ്ടല്ലോ, HMG കോഎ റിഡക്റ്റേസ് എന്ന് പറയുന്ന ഈ ഒരു എൻസൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു എൻസൈമാണ്. കാരണം ഇപ്പോൾ ഈ അമിതമായി കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അവർക്ക് നമ്മൾ കൊളസ്ട്രോൾ കുറയാനുള്ള മരുന്ന് കൊടുക്കാറുണ്ട് ഇല്ലേ? ഇത്തരത്തിലുള്ള മരുന്നുകൾ നമുക്ക് സ്റ്റാറ്റിൻസ് എന്നൊക്കെ വിളിക്കാം. സ്റ്റാറ്റിൻസ്, സംതിങ് വിച്ച് ഇൻഹിബിറ്റ്സ്. ഇത്തരത്തിലുള്ള കൊളസ്ട്രോളിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന മരുന്നുകളൊക്കെ ടെക്നിക്കലി വന്ന് ആക്ട് ചെയ്യുന്നത് ഈ HMG കോയെ റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ്. ഈ എൻസൈമിനെ അവന്മാർ വന്ന് ബാധിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? തുടർന്നുള്ള സ്റ്റെപ്പുകൾ നടക്കില്ല. കൊളസ്ട്രോൾ സിന്തസിസ് എന്ന് പറയുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഈ കൂടുതൽ കൊളസ്ട്രോളിൻ്റെയൊക്കെ അളവ് കൂടി നിൽക്കുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഈ സ്റ്റെപ്പിനെയാണ് പൊതുവെ ഫാർമസ്യൂട്ടിക്കലി നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്റ്റെപ്പാണ് HMG കോയെ റിഡക്റ്റേസ് എന്ന് പറയുന്ന ആൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നോക്കൂ, 2 അസറ്റൈൽ കോയെ അത് കമ്പൈൻ ചെയ്ത് അസറ്റോ അസറ്റൈൽ കോയയായിട്ട് മാറി. അവിടെ നിന്നും അത് HMG കോയയായിട്ട് മാറി. അവിടെ നിന്നും അത് മെവലോണേറ്റ് എന്ന് പറയുന്ന ഒരാളായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഇവൻ എന്താണ് സംഭവിക്കുന്നത്? ഈ മെവലോണേറ്റ് എന്ന് പറയുന്ന ആൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ടെക്നിക്കലി ഈ കൊളസ്ട്രോൾ ബയോസിന്തസിസ് എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഇതെല്ലാ സ്റ്റെപ്പുകളും പഠിക്കുക എന്ന് പറയുന്നത് ടെക്നിക്കലി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ കണ്ടുപോകുന്നുള്ളൂ. ഈ മെവലോണേറ്റ് എന്ന് പറയുന്ന ആൾക്ക് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്താ ഈ മെവലോണേറ്റിന് സംഭവിക്കുന്നത് നോക്കാം. മെവലോണേറ്റ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഐസോ പെൻറ്റിനൈൽ പൈറോഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരാളായിട്ട് മാറുകയാണ്. ഓക്കെ, ഐസോ പെൻറ്റിനൈൽ പൈറോഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരാളായിട്ട് മാറുകയാണ്. ആര്? മെവലോണേറ്റ് എന്ന് പറയുന്ന ആൾ. ഐസോ പെൻറ്റിനൈൽ പൈറോഫോസ്ഫേറ്റ്. ഇനിയിപ്പോൾ ഞാൻ ആ എൻസൈമുകളെ കുറിച്ചൊന്നും ഞാൻ അധികം പറയുന്നില്ല, കാരണം ഇനിയുള്ള നിരവധി സ്റ്റെപ്പുകളുണ്ട്. അതിനെയൊക്കെ നമ്മൾ ബ്രീഫ് ചെയ്താൽ പറയുന്നത്. ഐസോ പെൻറ്റിനൈൽ പൈറോഫോസ്ഫേറ്റ് പതുക്കെ ജെറനൈൽ പൈറോഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. അവിടെ നിന്നും അത് ഫാർനസൈൽ പൈറോഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, മെവലോണേറ്റിൽ നിന്നും ഐസോപെൻറ്റിനൈൽ പൈറോഫോസ്ഫേറ്റ് ആയി, അവിടെ നിന്നും അത് ജെറനൈൽ പൈറോഫോസ്ഫേറ്റ് ആയി, അവിടെ നിന്നും അത് ഫാർനസൈൽ പൈറോഫോസ്ഫേറ്റ് ആയി. ഇങ്ങനെ നിരവധി സ്റ്റെപ്പുകളിൽ കൂടെ കടന്നു പോവുകയാണ്. അവസാനം നമുക്ക് സ്ക്വാലിൻ എന്ന് പറയുന്ന ഒരാളിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. നോക്കൂ, സ്ക്വാലിൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ അസറ്റൈൽ കോയയിലൂടെ നമ്മളതേ ഇങ്ങനെ ഒരു പാത്തേയിലൂടെ കടന്ന് നമ്മൾ ആരിലേക്ക് എത്തി നിൽക്കുകയാണ്? സ്ക്വാലിൻ എന്ന് പറയുന്ന ഒരാളിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇനി എന്താ സംഭവിക്കുന്നത്? കുട്ടികളെ, ഈ സ്ക്വാലിനിൽ വീണ്ടും കുറേ ചേഞ്ചസ് ഒക്കെ ഉണ്ട്, അതൊന്നും നമ്മളിവിടെ എടുത്ത് പറയുന്നില്ല. ഈ സ്ക്വാലിൻ എന്ന് പറയുന്ന ആളാണ് ഇനി എങ്ങോട്ടേക്ക് പോകുന്നത്? സ്ക്വാലിൻ എന്ന് പറയുന്ന ആളാണ് പതുക്കെ ലനോസ്റ്റിറോൾ എന്ന് പറയുന്ന ഒരാളായിട്ട് മാറുകയാണ്. ആരായിട്ട് മാറുകയാണ്? ലനോസ്റ്റിറോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടായിട്ട് മാറുകയാണ്. ലനോസ്റ്റിറോൾ. ഈ ലനോസ്റ്റിറോളിൽ നിന്നാണ് പതുക്കെ ആരുണ്ടാകുന്നത്? പതുക്കെ നമ്മുടെ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരാൾ
ഉണ്ടാകുന്നത്. ലാനോസ്റ്റിറോളിൽ നിന്നാണ് ആരുണ്ടാകുന്നത്? നമ്മുടെ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്, ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കോണം, അസറ്റൈൽ കോയയിൽ നിന്നും പതുക്കെ 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 ദേ ആരിലേക്ക് എത്തി? ലാനോസ്റ്റിറോൾ വഴി, സ്ക്വാലിൻ വഴി, ലാനോസ്റ്റിറോൾ വഴി കൊളസ്ട്രോളിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇവിടെ നിരവധി ആൾക്കാർ ഇതിൻ്റെ ഇടയിലുണ്ട്. നിരവധി ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ക്രൂഷ്യൽ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാവുന്ന ഒരുപാട് പാത്വേസ് ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്, ഒരുപാട് സ്റ്റെപ്പുകൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത്രയും കോംപ്ലക്സ് ആയിട്ട് നമ്മുടെ എക്സാമിന് വേണ്ടാത്തത് കൊണ്ടാണ് നമ്മളതിൽ പല പോയിന്റുകളും ഇവിടെ എടുത്ത് പറയാത്തത്. എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത ഒരു ഏരിയയിലേക്ക് പോകാൻ നമുക്ക് ഒട്ടും സമയം കിട്ടില്ല. അതുപോലെ അത്രയും ഡെപ്തിലല്ല പൊതുവേ ഇതിൻ്റെ അകത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നു. ഇനി നമ്മൾ നോക്കിക്കോണേ, ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്ക്വാലിൻ എന്ന് പറയുന്ന ഈ സ്റ്റെപ്പിൽ നിന്നുമാണ് പ്ലാന്റ്സിൻ്റെ കേസിൽ ഫൈറ്റോസ്റ്റെറോൾ എന്ന് പറയുന്ന ആൾക്കാരിലേക്കൊക്കെ പോകുന്നത്. ഓക്കെ, ഈ സ്ക്വാലിൻ എന്ന് പറയുന്ന ആൾ പിന്നെ ഒരുപാട് ആൾക്കാരായിട്ട് മാറുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, അത് നമ്മളിവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. സ്ക്വാലിനിൽ നിന്നും പതുക്കെ സൈക്ലോ ആർട്ടിനോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടായിട്ട് മാറി അതിൽ നിന്നാണ് നമ്മുടെ ഫൈറ്റോസ്റ്റിറോളുകൾ, പ്ലാന്റ്സിൻ്റെ കേസിൽ ഫൈറ്റോസ്റ്റിറോളുകൾ ഉണ്ടാകുന്നത്. എന്നാൽ പ്ലാന്റ്സിൽ നമുക്കറിയാം, പ്ലാന്റ്സിൽ കൊളസ്ട്രോൾ സിന്തസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പാത്വേ നടക്കും, അതിൻ്റെ ഇടയിൽ കൂടെ മേജറായിട്ട് ഇതുവഴി കട്ട് ചെയ്ത് നമ്മുടെ ഫൈറ്റോസ്റ്റിറോളുകൾ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയായിട്ടും അവിടെ സംഭവിക്കുന്നുണ്ട്. അനിമൽസിലാണെങ്കിൽ ബേസിക്കലി ഈ പാത്വേ കൂടെയാണ് ഓവറോൾ കൊളസ്ട്രോൾ സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 27 കാർബൺ കൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു പദാർത്ഥമാണെന്ന് നിങ്ങൾക്കറിയാം. കൊളസ്ട്രോൾ എന്ന് പറയുന്നതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് എന്നും നമുക്കറിയാം. കൊളസ്ട്രോളിൻ്റെ ചില ഫങ്ഷൻസ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പറയുകയാണ്. നമ്മുടെ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി നൽകുന്ന ഒരാളാണ് കൊളസ്ട്രോൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ബൈൽ സോൾട്ടുകൾ നിർമ്മിക്കാൻ വേണ്ടി കൊളസ്ട്രോളുകൾ ഉപയോഗിക്കാറുണ്ട്, അതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കൊളസ്ട്രോൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ സ്റ്റിറോയിഡ് ഹോർമോൺസിനെ നിർമ്മിക്കുന്നത്. ഓക്കെ, സ്റ്റിറോയിഡ് ഹോർമോൺസിനെ നിർമ്മിക്കുന്നത് കൊളസ്ട്രോൾ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള നമ്മുടെ ലിപ്പോ പ്രോട്ടീൻസ് ഉണ്ടല്ലോ, ഹൈ ഡെൻസിറ്റി, ലോ ഡെൻസിറ്റി, വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ്. അത്തരത്തിലുള്ള ലിപ്പോ പ്രോട്ടീൻസുകൾ നമ്മൾ ബാഡ് കൊളസ്ട്രോൾ, ഗുഡ് കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞ് സാധാരണ പഠിക്കാറില്ലേ? അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നിർമ്മിക്കുന്നത് ഈ കൊളസ്ട്രോളിൽ കൂടെയാണ്, അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇത് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മോളിക്യൂൾ ആയതുകൊണ്ടാണ്, അതിൽ ഒരു കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് നമ്മളതിൻ്റെ ബയോസിന്തസിസ് ജസ്റ്റ് ഒന്ന് കാണുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് തുടക്കത്തിലെ കുറച്ച് സ്റ്റെപ്പുകളാണ്. കാരണം അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ നിരവധി സ്റ്റെപ്പുകളുടെ ഒരു കൂട്ടമായിട്ടത് മാറും. അത്രയും ഡെപ്തിലേക്ക് നമുക്ക് പോകണ്ട. പ്രത്യേകിച്ചും ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത് നമ്മുടെ HMG കോയ റിഡക്റ്റേസ് എന്ന് പറയുന്ന ആ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പിനെ കുറിച്ചാണ്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല മരുന്നുകളും കൊളസ്ട്രോൾ സിന്തസിസിനെ ബ്ലോക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ കൊളസ്ട്രോൾ സിന്തസിസ് സാധാരണഗതിയിൽ നമുക്കറിയാം, മെജോറിറ്റി സിന്തസിസ് നടക്കുന്നത് നമ്മുടെ ലിവറിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതല്ലാതെ മറ്റ് ഭാഗങ്ങളിലൊക്കെ നടക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മെജോറിറ്റിയും ലിവറിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സെല്ലിൻ്റെ അകത്ത് ഇത് എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സൈറ്റോപ്ലാസത്തിലും അതുപോലെ തന്നെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലുമായിട്ട് ഇത് നടക്കും. ഈ പറയുന്ന HMG കോയ റിഡക്റ്റേസ് ഇല്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മെംബ്രെയിനിൽ കാണുന്ന ഒരാളാണ്. ഓക്കെ, നമ്മുടെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മെംബ്രെയിനിൽ കാണുന്ന ഒരാളാണ് ഈ പറയുന്ന HMG കോയ റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ആ കൊളസ്ട്രോൾ ബയോസിന്തസിസിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഓവറോൾ ഇത്രയും സ്റ്റെപ്പിൽ കൂടെയാണ് നമ്മുടെ കൊളസ്ട്രോൾ ബയോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്, അവിടെ ഓർത്തിരിക്കേണ്ട സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്, ഇത്രയൊക്കെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് അത് അത്യാവശ്യം പോയിന്റുകളായി. പിന്നെ അവിടെ കൊളസ്ട്രോൾ എങ്ങോട്ടാണ് പോകുന്നത്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, പ്ലാന്റ്സിൽ ഇതിൻ്റെ ഇടയിൽ നിന്നൊരു ഡൈവേർഷൻ സംഭവിക്കുന്നുണ്ട്, തുടങ്ങിയ പോയിന്റുകളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തുക. ഈ സെഷൻ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും
അവിടെ നിങ്ങളുടെ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇനി അടുത്ത ഏതെങ്കിലും ഒരു ഏരിയ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഉടനെ തന്നെ അതിൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു ഏരിയയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.